നമസ്കാരം പ്രേക്ഷകരെ, ലോക 300 കോടി ക്ലബിലേക്ക് കടക്കുമ്പോൾ ലോക തീർത്ത റെക്കോർഡുകൾ ഞാനൊന്ന് വായിക്കാം. കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നോക്കി വായിക്കുന്നത്. പ്രേക്ഷകർ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. മോളിവുഡിന്റെ ആദ്യ ഇൻഡസ്ട്രി ഹിറ്റ്, കേരളത്തിലെ ഓൾ ടൈം റെക്കോർഡ് ഗ്രോസർ, ഹയസ്റ്റ് ഡൊമസ്റ്റിക് ഗ്രോസർ, ഹയസ്റ്റ് ഡബ്ഡ് ഗ്രോസർ, ഹയസ്റ്റ് വേൾഡ് വൈഡ് ഷെയർ, ഹയസ്റ്റ് ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് സെയിൽ, ഹയസ്റ്റ് ട്രാക്ഡ് ഗ്രോസ് ഇൻ കേരള, ഹയസ്റ്റ് ഷോ കൗണ്ട് ഇൻ കേരള, ഹയസ്റ്റ് ഫുട്ഫോൾസ് വേൾഡ് വൈഡ്, ആദ്യ 300 കോടി ക്ലബ്ബ്. ഇതുവരെ ഞാൻ വായിച്ചത് 10 റെക്കോർഡുകളാണ്. ഇതിൽ കൂടുതൽ റെക്കോർഡുകളൊക്കെ ലോക എന്തായാലും തീർത്തിട്ടുണ്ടാവും. നമസ്കാരം, സ്വാഗതം പ്രേക്ഷകരെ. 30 കോടി ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് 300 കോടി ക്ലബിലേക്ക് ആദ്യമായി മലയാളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഒരു സിനിമ വരുന്നു. അതാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അതിൽ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. കല്യാണി പ്രിയദർശൻ നായികയായി, നസ്ലനും ചന്തു സലീം കുമാറൊക്കെ അഭിനയിച്ച്, ഡൊമിനിക് അരുണിന്റെ ഒരു ഹൈ വിഷൻ വോൾട്ടേജിൽ ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാള സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് മുമ്പാകെ വെക്കുന്ന കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിലുള്ള ഏറ്റവും വില കൂടിയ സിനിമയായിട്ട് നമ്മൾ കാണുന്നത്. അത് വില കൂടിയതെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് വൈസ് മാത്രമായിട്ടല്ല, നമ്മുടെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് നമ്മൾ ഇന്ത്യൻ സിനിമയ്ക്ക് മുമ്പാകെ വെക്കുന്ന ഒരു സിനിമയായിട്ട് ലോക ചാപ്റ്റർ 1 ചന്ദ്ര മാറുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു പ്രേക്ഷകർക്കും തർക്കമൊന്നുമില്ല. നമ്മൾ എല്ലാവരും ആ സിനിമ ഇതിനോടകം തന്നെ തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണ്. ഇനിയും കാണാത്ത പ്രേക്ഷകർ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തിയേറ്ററുകളിൽ പോയി തന്നെ ആ സിനിമ കാണാൻ ശ്രമിക്കുക. കാരണം OTT ഒന്നും ഇതുവരെ അവർ വിറ്റിട്ടില്ല. അത് അവർ തിയേറ്റർ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. എന്തിനേറെ പറയണം, ദുൽഖറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ചൊരു സിനിമ എന്ന് കണക്കാക്കപ്പെടുന്ന കാന്ത പോലൊരു സിനിമയുടെ റിലീസ് ഡേറ്റ് പോലും ദുൽഖർ മാറ്റിവെച്ചത് ലോക എന്ന സിനിമയുടെ ജൈത്രയാത്ര തുടരുന്നത് കൊണ്ട് മാത്രമാണ്. ലോക തിയേറ്ററുകളിൽ കാണപ്പെടണം എന്നുള്ള വാശി കൊണ്ട് മാത്രമാണ്. ആ ഒരു രീതിയിൽ പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, കാണാത്തവരുണ്ടെങ്കിൽ. കാരണം കണ്ടവർ തന്നെ 2-3 വട്ടമൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ 2 വട്ടം ഈ സിനിമ തിയേറ്ററുകളിൽ പോയി കണ്ടു. എനിക്കറിയാവുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും 2-3 വട്ടമൊക്കെ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഈ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് മാറുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ലോക 300 കോടി ക്ലബ്ബിൽ എത്തി എന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ലോക എന്ന യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നൊരു സ്പേസിൽ ലോകം ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ ബാരിയറുണ്ട്, ഒരു വലിയ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് പറയാനാണ്. സ്വാഭാവികമായും ബാഹുബലിയുടെ ആദ്യ ചാപ്റ്റർ, KGFന്റെ ചാപ്റ്റർ 1, കാന്താരയുടെ ചാപ്റ്റർ 1, നമ്മൾ ഇതുപോലുള്ള ആദ്യ ഫ്രാഞ്ചൈസുകൾ, ഞാൻ വിജയിച്ച ചാപ്റ്ററുകളുടെ, അതായത് ആദ്യ ഭാഗത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ട് ലോകയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ തെലുങ്ക് സിനിമയുടെ അഭിമാനമായിരുന്നു ബാഹുബലി. കന്നഡ സിനിമയുടെ 2 അഭിമാനങ്ങളാണ്, ഇടത് അഭിമാനവും വലത് അഭിമാനവും എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന രീതിയിലാണ് KGFും കാന്താരയും നിൽക്കുന്നത്. ഈ 3 സിനിമകളുടെ ഏറ്റവും വലിയ ഗുണവും പ്രത്യേകതയും എന്താണെന്ന് വെച്ചാൽ, ആദ്യ ഭാഗത്തെക്കാൾ ഒരു പടി മുകളിലോ അല്ലെങ്കിൽ മികച്ചതായോ അല്ലെങ്കിൽ ആദ്യ ഭാഗത്തോട് തോളോട് തോള് ചേർക്കാൻ സാധിക്കുകയോ ചെയ്ത 2ാം ഭാഗങ്ങൾ ഈ ഫ്രാഞ്ചൈസികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ബാഹുബലി എന്ന സിനിമയുടെ ആദ്യ ഭാഗവും 2ാം ഭാഗവും തമ്മിൽ ഇപ്പോഴും വലിയ ക്ലാഷ് നടക്കുന്നുണ്ട്. ഏത് ഭാഗമാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. രാജമൗലിയുടെ വിഷൻ, രാജമൗലിയുടെ ബഡ്ജറ്റ് വൈസ് എല്ലാ രീതിയിലും, പ്രഭാസിന്റെ ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, റാണ ദഗുപതി, അനുഷ്ക ഷെട്ടി, തമന്ന ഭാട്ടിയ, എല്ലാവരുടെയും ഒരു വിഷൻ, എല്ലാവരുടെയും ഒരു ശക്തിയായിരുന്നു ബാഹുബലി. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ചരിത്രമായിട്ട് മാറുകയും ഇന്ത്യൻ സിനിമ ലോകത്തിലേക്ക് ഇങ്ങനെ അന്താളിച്ച് വായും പൊളന്ന് പാക്ക് നിൽക്കുന്ന സൂര്യ പറഞ്ഞ പോലെ നമ്മളെ വായും പൊളത്തിൽ നിർത്തിയ ഒരു സിനിമയാണ് ബാഹുബലി എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ എല്ലാം ഒരു ഫൗണ്ടേഷൻ, ഒരു തറക്കല്ലിടൽ എന്നൊക്കെ പറയാൻ പറ്റുന്നത് ബാഹുബലി തന്നെയാണ്. അതിനുശേഷമാണ് ഇന്ത്യൻ സിനിമയിലെ പല സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഇതുപോലൊരു വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമ തീർക്കാമെന്ന ചിന്ത പോലും വരുന്നത്. പക്ഷേ അങ്ങനത്തെയൊക്കെ ചിന്തയൊക്കെ വരുന്നതിന് മുമ്പേ ബാഹുബലി തീർക്കാൻ ശ്രമിച്ച രാജമൗലിക്ക് കൊടുക്കുന്ന ഒരു ബിഗ് സല്യൂട്ട്. അതെല്ലാം അവിടെ തന്നെ നിൽക്കട്ടെ, ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. പറഞ്ഞു വരുന്നത് 2ാം ഭാഗം ആദ്യ ഭാഗത്തോട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ 2ാം ഭാഗം ഒരുപടി മുകളിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ബാഹുബലി 2nd ചാപ്റ്ററാണ്, അതായത് കൺക്ലൂഷനാണ് എനിക്ക് കൂടുതൽ വർക്കായത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇനി KGFിലേക്ക് വരാം. KGF ചാപ്റ്റർ 1 കന്നഡ പോലൊരു ഇൻഡസ്ട്രി ഒന്ന് ആലോചിച്ച്, ഈ കന്നഡ സിനിമ ഇൻഡസ്ട്രി മസാല പടങ്ങൾ കൊണ്ട് മാത്രം നിലനിന്നിരുന്നൊരു ഇൻഡസ്ട്രി, ഒരാളും തിരിഞ്ഞു നോക്കാതിരുന്നൊരു ഇൻഡസ്ട്രി. എന്തിനേറെ പറയണം, കന്നഡ സിനിമ പ്രേക്ഷകർ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന ഇൻഡസ്ട്രിയെ എല്ലാവരും കൂടി ഒറ്റയടിപ്പിക്ക് തല തിരിപ്പിച്ചൊരു സിനിമയാണ് KGF എന്ന് പറയുന്ന സിനിമ. അതിന് മുന്നേ ലൂസിയ പോലുള്ള സിനിമകളും ഒക്കെ തന്നെ നമുക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സിനിമയല്ല എന്നത് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ ഒരു പുതിയ റെവല്യൂഷൻ സൃഷ്ടിച്ചതാണ് KGFിൻ്റെ ഏറ്റവും വലിയ വിജയം എന്താണ്? KGF ചാപ്റ്റർ 2ഉം അതേപോലെ രോമാഞ്ചം കൊള്ളിച്ച് തിയേറ്ററുകളിൽ കണ്ടവർക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് KGF ചാപ്റ്റർ 2ൻ്റെയും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ചാപ്റ്റർ 1 തോളോട് തോൾ നിൽക്കുക, അല്ലെങ്കിൽ ഒരു പടി മുകളിൽ നിൽക്കുക. അതും
ഓക്കെയാണ്. KGF ചാപ്റ്റർ 3 ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. പക്ഷേ യാഷ് അത് തള്ളി നീക്കി വെച്ചേക്കുന്നതാണ് ഇൻസൈഡ് റിപ്പോർട്ട്സ് നിന്നും ലഭിക്കുന്നത്. കാരണം യാഷിൻ്റെ ടോക്സിക് മാർച്ച് 19, 2026 റിലീസ് ചെയ്യാൻ നിൽക്കുകയാണ്. അതിനിടയിൽ രാമായണത്തിൻ്റെ ഷൂട്ടുണ്ട്. രാമായണം 2026 ദീപാവലി റിലീസിലേക്ക് വരണം. രണ്ടാം ഭാഗം രാമായണം 2027 ദീപാവലിക്ക് അവർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അത് രണ്ടും അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തതുകൊണ്ട് തന്നെ യാഷ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. KGF ചാപ്റ്റർ 3യുടെ ഷൂട്ട് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടായിരിക്കും തള്ളി നീക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതും അവിടെ നിൽക്കട്ടെ. കാന്താര ആദ്യ ഭാഗം, അതായത് ചാപ്റ്റർ 2, ആദ്യ ഭാഗം ചാപ്റ്റർ 2 ആണല്ലോ. അത് വരുമ്പോഴും ആർക്കും ഒരു പ്രതീക്ഷയില്ല. ഏതോ ഒരു പടം വരുന്നു, ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞൊരു വ്യക്തി, ആയിക്കോട്ടെ, അദ്ദേഹം വന്നിട്ട് അവസാനത്തെ 30 മിനിറ്റ് കൊണ്ടുവന്ന് അദ്ദേഹം സ്കോർ ചെയ്ത് അദ്ദേഹം നാഷണൽ അവാർഡ് വരെ നേടിയെടുത്ത് ആ സിനിമ എങ്ങോട്ടോ കൊണ്ടുപോയി, എங்கേയോ കൊണ്ടുപോയിരിക്കും എന്നൊക്കെ പറയുന്ന രീതിയിൽ എവിടെയോ പോയി. ചാപ്റ്റർ 1 എന്ന രണ്ടാം ഭാഗം ഒരാഴ്ച മുമ്പ് റിലീസ് ചെയ്തത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 400-450 കോടി രൂപ കളക്ഷൻ റെക്കോർഡിലാണ്. 1000 കോടിയൊക്കെ പുഷ്പം പോലെ തൂക്കുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ബഡ്ജറ്റ് വൈസോ അല്ലെങ്കിൽ കളക്ഷൻ വൈസോ മാറ്റി നിർത്തിക്കൊണ്ട് പോലും അതിൻ്റെ കോണ്ടന്റ് വൈസും ആദ്യ ഭാഗം രണ്ടാം ഭാഗത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പടി മുകളിൽ രണ്ടാം ഭാഗം നിൽക്കുന്നുണ്ട് എന്ന് പോലും പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇതാണ് ലോകയ്ക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം പറഞ്ഞുതരാം. ഇപ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ലോക തൂക്കിയിരിക്കുന്നത് 300 കോടിയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. ലോക ചാപ്റ്റർ 2 അതിൻ്റെ കൂടെ വാലൊന്നുമില്ല, ലോക ചാപ്റ്റർ 2 എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ദുൽഖറും ടൊവിനോയും ചേർന്നുള്ള ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ടൊവിനോ ആയിരിക്കും അത് ലീഡ് ചെയ്യുക. ദുൽഖർ അതിനകത്ത് ഉണ്ടാകുമെന്നുള്ള ക്യൂ മൊമെൻറ്റ്സ് ഒക്കെ തന്നെ ആ സിനിമ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊമോ വീഡിയോ നൽകുന്നുണ്ട്. കാരണം ഞാൻ വിളിച്ചാൽ നീ വരുമല്ലോ എന്ന് പറയുമ്പോൾ ദുൽഖർ പറയുന്നുണ്ട്, നീ വിളിച്ച് നോക്ക്, നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം ദുൽഖറും രണ്ടാം ഭാഗത്തിൻ്റെ ഇതിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലോക ചാപ്റ്റർ 1 300 കോടി ബഡ്ജറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 300 കോടി എന്ന കളക്ഷൻ റെക്കോർഡ് തീർത്തിട്ടുണ്ടെങ്കിൽ, ലോക ചാപ്റ്റർ 2 അതിന് മുകളിൽ പോയേ പറ്റൂ. കാരണം ഇപ്പോൾ സിനിമകൾ സംസാരിക്കപ്പെടുന്നത് ഈ സിനിമകൾ ഉണ്ടാക്കുന്ന കളക്ഷൻ റെക്കോർഡാണ്. പണ്ട് ദിവസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സിനിമ ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് സിനിമകൾ സംസാരിക്കുന്നത് ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അതായത് ലോക ചാപ്റ്റർ 1 ചാപ്റ്റർ 2 മുകളിൽ നിൽക്കണമെങ്കിൽ ചാപ്റ്റർ 2 ലോക ചാപ്റ്റർ 1 നേടിയ 300 കോടിക്ക് മുകളിൽ പോയേ പറ്റൂ. കാരണം ചാപ്റ്റർ 1, ലോകയുടെ ചാപ്റ്റർ 1ൻ്റെ ഏകദേശം ഒരു അവസാന ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുകയാണ് അവർ. കാരണം ഇനി OTT കൊടുത്തേ മതിയാവുകയുള്ളൂ. വലിയ റിലീസുകൾ വരുന്നുണ്ട്. കാന്താര ഇപ്പോൾ പല സ്ക്രീനുകളിൽ തൂക്കുന്നുണ്ട്. ലോക ഇപ്പോൾ ലിമിറ്റഡ് സ്ക്രീനുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ലോകയുടെ പരാജയം കാരണമല്ല, കാരണം അത്രയും റണ്ണ് പോയി പല ആളുകളെയും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം സംഭവിച്ചൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ചാപ്റ്റർ 2 വരുമ്പോഴേക്കും ഒരു 500 കോടി എന്നൊരു മാർജിൻ വെക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായി ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോ സംവിധായകരോ ഒന്നും തന്നെ ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടിൽ ഭയങ്കരമായ ആകുലത ഉണ്ടാക്കുകയോ 500 കോടി കിട്ടിയാൽ മാത്രമേ ഇത് വിജയമാകൂ എന്നുള്ളതൊന്നും അവർ ചിന്തിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ ദ മാർക്കറ്റ് ഫോഴ്സസ് ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളത്, അതിനെപ്പറ്റിയാണ് ഈ സംസാരിക്കുന്നത്. ആദ്യ ഭാഗം 300 കോടി ഒരു പ്രതീക്ഷയുമില്ലാതെ വന്ന സിനിമയാണെന്നത് ഓർക്കണം. ഓണം റിലീസായിട്ട് 4 മലയാള സിനിമകൾ വന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ലോക വന്നതിൽ പോലും വലിയ ആളുകൾക്കൊന്നും വലിയ പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ റിലീസിന് ശേഷം ആദ്യ ഷോ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു വേവ് നമ്മൾ കാണുന്നത്, അല്ലേ? ആ വേവ് തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ ചാപ്റ്റർ 2 വരുമ്പോഴേക്കും ഇതിൻ്റെ സ്കൈ ലെവൽ എക്സ്പെക്ടേഷൻ പ്രേക്ഷകൻ്റെ ഉള്ളിലുണ്ട്. അതും കൂടി വെച്ചിട്ടായിരിക്കും ഈ സിനിമയ്ക്ക് വരുന്നത്. അതുകൊണ്ട് ഈ സിനിമ അത് കറക്റ്റായിട്ട് ആ റൈറ്റ് ടാർഗറ്റ് അടിച്ചില്ലെങ്കിൽ അത് ലോക ചാപ്റ്റർ അല്ലെങ്കിൽ ലോക ഫ്രാഞ്ചൈസിന് ഒരു വലിയ ക്ഷീണം ഉണ്ടാകും. കാരണം 3ഉം 4ഉം 5ഉം ഒക്കെ വരാനിരിക്കുകയാണ്. അതിനൊരു ഫ്യൂവലായിട്ട് മാറണമെങ്കിൽ ചാപ്റ്റർ 2 അത്രമാത്രം ഒരു വലിയ വിജയം ഉണ്ടാകണം. ആ വിജയം ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംവിധായകൻ ഡൊമിനിക് അരുൺ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. കാരണം വേഫെയർ ഫിലിംസ് പോലൊരു പ്രൊഡക്ഷൻ കമ്പനി ദുൽഖർ പറയുന്നത് ബാക്കിയുള്ള ഈ സിനിമയുടെ ലാഭം ബാക്കിയുള്ള ചാപ്റ്ററുകൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ആണെന്ന് ഇനി ഡൊമിനിക്കിന് പറയാൻ സാധിക്കില്ല. ഡൊമിനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും വേഫെയർ ഒരുക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഡൊമിനിക്കിന്റെ വിഷൻ അതനുസരിച്ച് ഈ സിനിമയ്ക്ക് പുൾ ഓഫ് ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ ചാപ്റ്റർ 2 പ്രൊമോ റിലീസ് ചെയ്തതല്ലാതെ എപ്പോഴായിരിക്കും ഇതിൻ്റെ ഷൂട്ടെന്നോ എന്നാണ് ഇത് വരാൻ പോകുന്നതെന്നോ എന്നെ സംബന്ധിച്ച് ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സംവിധായകൻ നമ്മളോട് തന്നെ പറഞ്ഞെടുത്ത പ്രകാരം സിനിമയുടെ ഷൂട്ടൊന്നും തുടങ്ങിയിട്ട് പോലുമില്ല. ഷൂട്ടൊക്കെ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. താരങ്ങളൊക്കെ അവരുടെ ഡേറ്റ് വേറെ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. കാരണം ഈ സിനിമയായിരിക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോമിനൻ്റ് ആയി നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ രക്തവും വിയർപ്പും എല്ലാം കൊടുക്കാനും തയ്യാറാണ്. പക്ഷേ ഇതിൻ്റെ പ്രോഫിറ്റ്, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 500 കോടിയിൽ കുറഞ്ഞ് ചാപ്റ്റർ 2 ചിന്തിക്കാൻ കഴിയില്ല ബോക്സ് ഓഫീസിൽ നിന്ന്. കാരണം ഇനി ചാപ്റ്റർ 2 വരുമ്പോഴേക്കും ഇന്ത്യ തിയേറ്റർ റേറ്റ്സ് മാറും, ആളുകളുടെ എണ്ണം കൂടും. ഇതൊക്കെ നമുക്ക് മുന്നിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഉറപ്പായിട്ടും തിയേറ്ററിൻ്റെ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ വർദ്ധിക്കും. അപ്പോൾ അവിടെ വരുമ്പോഴേക്കും 500 കോടി എന്ന് പറയുന്നൊരു സംഭവം അതൊരു വലിയ മൈൽ സ്റ്റോൺ ആയിട്ട് ചാപ്റ്റർ 2 നിൽക്കുന്നുണ്ട്. അതടിച്ചില്ലെങ്കിൽ എന്നാൽ ലോകയ്ക്ക് ഒരു വലിയ ക്ഷീണമായി മാറും, ആ ഫ്രാഞ്ചൈസിന് ഒരു വലിയ ക്ഷീണമായി മാറും എന്നതിൽ തർക്കമൊന്നുമില്ല.